ടെമ്പിൾ ആർക്കിടെക്ചറിനു വേണ്ടി ഒരു ലബോറട്ടറി. അതായിരുന്നു ഇന്ന് ദ ക്രാഡിൽ ഓഫ് ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്ന ഐഹോളെ. ചാലുക്യ സാമ്രാജ്യം അതിന്റെ വ്യാപ്തി കൊണ്ടും സമ്പദ് സമൃദ്ധി കൊണ്ടും ഉന്നതിയിൽ നിന്നിരുന്ന 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. തങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് വേണ്ടി ഏറ്റവും മഹത്തായ രീതിയിൽ ഒരു വീട് പണിയണമെന്ന് അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി ലോകത്തിലെ പല ഭാഗത്തു നിന്നുമുള്ള മികച്ച ശില്പികളെയും കലാകാരന്മാരെയും ഐഹോളയിൽ എത്തിച്ചു. നോർത്ത് ഇന്ത്യയിൽ പ്രചാരത്തിലിരുന്ന നാഗര ടെമ്പിൾ ആർക്കിടെക്ചറും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ദ്രാവിഡ ആർക്കിടെക്ചറും. എന്നാൽ ഐഹോളയിൽ രൂപം കൊണ്ടത് ഇവയുടെ സമ്മിശ്രമായ ഒരു പുതിയ നിർമ്മാണ രീതിയായിരുന്നു, വാസര ആർക്കിടെക്ചർ. കല്ലുകൾ കൊത്തിയെടുക്കാനും ജോയിൻ ചെയ്യുവാനും ശില്പങ്ങൾ നിർമ്മിക്കാനും ഒക്കെ പുതിയ പുതിയ രീതികൾ അവിടെ പരീക്ഷിക്കപ്പെട്ടു. കലയ്ക്കും സംസ്കാരത്തിനും ചാലുക്യ സാമ്രാജ്യം നൽകിയ പിന്തുണ അസാധാരണമായിരുന്നു. ഇന്ത്യൻ സംസ്കാരം നിലനിന്നത് വിശ്വാസങ്ങൾ കൊണ്ട് മാത്രമല്ല, സൃഷ്ടിപരമായ സ്വാതന്ത്ര്യം കൊണ്ടുകൂടിയാണ് എന്നാണ് ഐഹോളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പൂർണ്ണമാവാത്ത ഒരുപാട് നിർമ്മിതികൾ നമുക്ക് ഐഹോളയിൽ കാണാം. കാരണം ഐഹോളയിലെ ക്ഷേത്രങ്ങൾ ആരാധിക്കപ്പെടുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടവയല്ലായിരുന്നു, പുതിയ ആശയങ്ങൾക്ക് ജീവൻ നൽകുവാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണശാലയായിരുന്നു. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് റിമാർക്കബിൾ കേവ് ടെമ്പിളായ എല്ലോറയിലെ കൈലാസനാഥ ടെമ്പിളും ബദാമിയിലെ ഗുഹാക്ഷേത്രങ്ങളും പട്ടടക്കയിലെ ക്ഷേത്രങ്ങളുമെല്ലാം ഐഹോളയിലെ പരീക്ഷണശാലയിൽ നിന്ന് രൂപപ്പെട്ടവയാണ്. ഐഹോളയിലെ പൂർണ്ണതയില്ലാത്ത വ്യത്യസ്തങ്ങളായ 125ഓളം ക്ഷേത്രങ്ങൾ നമ്മളോട് പറയുന്നത് ഇതാണ്: ഏറ്റവും മികച്ച നിർമ്മിതികൾ പിറക്കുന്നത് പൂർണ്ണതയിൽ നിന്നല്ല, മറിച്ച് പരീക്ഷണങ്ങളിൽ നിന്നാണ്.